കയ്പ്പ് സാധനമുണ്ട്, അത് എല്ലാ ജീവജാലങ്ങൾക്കുള്ളതാണ് ആ കയ്പ്പ്. അപ്പോൾ ഇതിൻ്റെ ഈ കഫങ്ങൾ കൂടുതൽ വാതപിത്തം കഫങ്ങൾ ഓവർ അടിഞ്ഞു കൂടുമ്പോൾ ഈ പാൻകാച്ചിന് പ്രവർത്തനം നിലയ്ക്കും. അപ്പോൾ അത് ഷുഗറിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ആ കയ്പ്പ് സാധനമാണ്. അതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു പോകുമ്പോൾ ഷുഗർ അടിച്ചങ്ങോട്ട് കയറും. ഞാനിത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, ഇത് ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇതെന്താണ് ഈ പറയുന്നത്? ശരിയായിരിക്കും ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഒറ്റമൂലി, ഇത് ഈ നമ്മുടെ മലയാളികളുടെ ഈ ഒറ്റമൂലിയുടെ അതിൻ്റെ പുറകിൽ പോണ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഇതേപോലത്തെ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇങ്ങനെ മുളച്ചു വരുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പം മിക്കവാറും ഇതെന്താ ഉണ്ടാവണേ, ഇവർ കൊടുക്കണ ഈ ഒരു തണ്ടോ ഇതോടൊപ്പം അവർ പറയും അത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ പഥ്യങ്ങൾ ഒരു പക്ഷേ ഈ പഥ്യത്തിൽ നിന്നായിരിക്കും, അല്ലാണ്ട് ഈ ഒറ്റമൂലിയിൽ നല്ല ഷുഗർ കുറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദയവിട്ട് നിങ്ങൾ നല്ലൊരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു എൻഡോക്രൈനോളജിസ്റ്റോ ഡയബറ്റോളജിസ്റ്റിനോ നിങ്ങൾ തേടി അവർ പറയുന്ന പോലെ, ബിക്കോസ് ഡയബറ്റീസ് ഒരു ലൈഫ് ലോങ്, അതിനൊരു ക്യൂർ ഇല്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷെ കൺട്രോൾ ചെയ്യുമ്പം അതൊരു ലൈഫ് ലോങ് അഫെയർ ആണ്. പെട്ടെന്ന് ഒരു ഇത് ചെയ്യുക പിന്നെ നിർത്തുക, അപ്പോൾ അത് കൂടുതൽ ദൂഷ്യം ചെയ്യുക. ഇവർ ഇപ്പോൾ കുറച്ച് ഒരു താൽക്കാലികമായിട്ട് ഷുഗർ കുറഞ്ഞു എന്ന് കാണുമ്പോൾ അവർ മരുന്നൊക്കെ നിർത്തും. ആൻഡ് അവർ തന്നെ അറിയാണ്ട് ഷുഗർ ഭയങ്കരമായിട്ട് കൂടി ഒരു ഗുരുതര അവസ്ഥയിലേക്ക് മാറാം, പെട്ടെന്നൊരു ഹോസ്പിറ്റലൈസേഷൻ വരാം. നമ്മളിത് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. ദയവിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഓരോ ആൾക്കാരുടെ ഇതേപോലെ വ്യാജ ചികിത്സയുടെ പുറകിൽ നിങ്ങൾ പോകല്ലേ.